പിറ്റേ ദിവസം മൂന്നാളും റെഡിയായി സ്കൂളിലേക്ക് വന്നെങ്കിലും അവർ പരസ്പരം സംസാരിച്ചില്ല. ജാനിയുടെയും തമ്പുരുവിൻ്റെയും കണ്ണുകൾ ചുമന്ന് വീർത്തിരുന്നു. തലേ ദിവസം പറഞ്ഞതിൻ്റെ ദേഷ്യം മനസ്സിലുള്ളതുകൊണ്ട് തമ്പുരു മെറിൻ്റെ സ്കൂട്ടിയിലാണ് കയറിയത്. സ്കൂളിൽ ഇൻ്റർവെല്ലിൻ്റെ സമയത്തെല്ലാം തമ്പുരു ഒറ്റയ്ക്ക് നെല്ലിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ക്യാമറയിൽ കൂടി കണ്ട മയൂർ പിയൂണിനെ വിട്ട് തമ്പുരുവിനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. കം ഹിയർ മൈ ഡിയർ ലിറ്റിൽ പ്രിൻസസ്. തമ്പുരു ക്യാബിനിലേക്ക് വന്നതും മയൂർ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ എൻ്റെ മോളുടെ കണ്ണ് വീർത്തിരിക്കുന്നത്? നിനക്ക് സുഖമില്ലേ? അതോ എൻ്റെ മോള് കരഞ്ഞോ? മയൂർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടി എന്നോണം തമ്പുരു വിതുമ്പി കരഞ്ഞു. എന്തിനാടാ കരയണേ എന്ന് പറഞ്ഞ് മയൂർ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവളെ സോഫയിൽ കൊണ്ടിരുത്തി. ടീ മേക്കറിൽ നിന്നും പെട്ടെന്ന് തന്നെ 2 ഗ്ലാസ് ടീ ഉണ്ടാക്കി 1 ഗ്ലാസ് അവൾക്ക് നൽകി. എനിക്ക് വേണ്ട സർ, ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും തോന്നുന്നില്ല, തമ്പുരു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മോളപ്പോൾ ഒന്നും കഴിച്ചില്ലേ? ഇല്ല എന്ന രീതിയിൽ അവൾ തലയാട്ടി. എന്താ മോളെ പ്രശ്നം? മയൂർ അവളോട് കാര്യം തിരക്കി. അവൻ വന്നു പോയതിന് ശേഷം ഫ്ലാറ്റിലുണ്ടായ സംഭവങ്ങളെപ്പറ്റി അവനോട് പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു. എന്നെ ജോലിയെടുത്ത് നോക്കുന്നതിൻ്റെ അഹങ്കാരമാണ് ചേച്ചിക്ക്. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും എന്നെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തും. ഒരു പേനയുടെ ടോപ്പ് പോയാൽ വരെ അത് വലിയ പ്രശ്നമാക്കി മാറ്റും. ചേച്ചിക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലല്ലോ. ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചേച്ചിയെ ആശ്രയിച്ച് കഴിയേണ്ടി വരില്ലായിരുന്നു. എനിക്ക് ആരുമില്ല സാർ, അമ്മയുമില്ല അച്ഛനുമില്ല. ചെറുപ്പം മുതലേ എന്നെ നോക്കി വളർത്തിയതിൻ്റെ എല്ലാ കണക്കും ചേച്ചി പറയും. ഇതെന്നും കേട്ട് മടുത്തു സാർ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മയൂർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. മേ ഐ കമിൻ സാർ? അപ്പോഴാണ് മനു അങ്ങോട്ട് വന്നത്. മനുവിനെ കണ്ടതും തമ്പുരു മയൂരിൽ നിന്നും അകന്നു മാറി. സോറി സാർ, ഞാൻ ഈ ഫയല് തരാൻ വന്നതാ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് മനു തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. താൻ ഫയല് തരാൻ വന്നതല്ലേ, അത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിക്കോ. തമ്പുരുവിനെയും മയൂരുവിനെയും നോക്കിക്കൊണ്ട് ക്യാബിനിലേക്ക് കയറിയ മനു ഫയൽ വെച്ചതിന് ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. എൻ്റെ പേരും പറഞ്ഞ് ഇനി മോളെ ചേച്ചി ഒന്നും പറയില്ല. ആ കാര്യത്തിൽ മോള് പേടിക്കണ്ട, അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഏതായാലും മോളിരിക്കി, ഞാൻ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാം. ഉച്ചയാകാറായില്ലേ, നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വേണ്ട സാർ, ചേച്ചി എങ്ങാനും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇനി ജാനി നിന്നെ ചീത്ത പറയില്ല എന്ന്. ഇത് എൻ്റെ വാക്കാണ്. അവൾ അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മയൂരിൻ്റെ സംസാരം തമ്പുരുവിൻ്റെ ഉള്ളിലെ വിഷമങ്ങളെയെല്ലാം തുടച്ചു കളഞ്ഞു. ഭക്ഷണശേഷം അവൾ ക്ലാസ്സിലേക്ക് പോയി. ജാനി ടീച്ചറെ മയൂർ സാർ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന പിയൂണിൻ്റെ വാക്കുകൾ ജാനിയുടെ മനസ്സിൽ ഒരു കിടുക്കം സൃഷ്ടിച്ചു. അവൾ മയൂരിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. മേ ഐ കമിൻ സാർ? യെസ് കമിൻ. ജാനി അല്പം പേടിയോടെ മയൂരിൻ്റെ ക്യാബിനിലേക്ക് കയറി. അകത്ത് കയറിയിട്ടും അവൾ അവനെ അവിടെയൊന്നും കണ്ടില്ല. അവൾ ചുറ്റും നോക്കി. പെട്ടെന്ന് തന്നെ ഡോറിൻ്റെ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ട ജാനി തിരിഞ്ഞ് ഡോറിലേക്ക് നോക്കി. ഡോറിൻ്റെ അരികിൽ ജാനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മയൂർ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഡോർ അടച്ചേ? ഓപ്പൺ ദ ഡോർ, ജാനി അലറിക്കൊണ്ട് പറഞ്ഞു. മയൂർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ഊതി. മിണ്ടാതിരിക്കടി, നീ എന്തിനാണ് ഇങ്ങനെ അലറുന്നത്? എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. അതിന് ഒരു പ്രൈവസിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഡോർ അടച്ചത്. ഡോർ അടച്ചിട്ടുള്ള ഒരു സംസാരവും എന്നോട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡോറ് തുറക്കാനായി പോകാനാഞ്ഞതും ജാനി, ദേ ഇത്തിരി പോന്ന കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന ജാടയൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ആ ഡോറ് തുറക്കപ്പെടില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കി. ശരി, ഞാൻ പറയാം. ആദ്യം ടീച്ചർ ഇരിക്കി. ഞാനിവിടെ തന്നോട് ഇരുന്ന് ചിരിച്ചു മയങ്ങി സംസാരിക്കാൻ വന്നതല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. ഞാൻ ഇന്നലെ തൻ്റെ ഫ്ലാറ്റിൽ വന്നതിൻ്റെ പേരിൽ തമ്പുരുമോളെ എന്തൊക്കെ അനാവശ്യങ്ങളാ താൻ പറഞ്ഞത്? ഒന്നുമല്ലെങ്കിലും താനൊരു ടീച്ചറല്ലേ? ഇതുപോലെയുള്ള ഭാഷകളാണോ കുട്ടികളോട് പറയുക? മനുഷ്യനായാൽ അല്പം മര്യാദ വേണം. ഇത്രയ്ക്ക് തരം താഴരുത്, മയൂർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, അപ്പോഴേക്കും അവൾ പരാതി ഇവിടെ എത്തിച്ചോ? ജാനി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്താ, ആ കുട്ടിക്ക് പരാതി പറയാൻ പാടില്ലേ? ഇത്രയും തരം താഴ്ന്ന ഭാഷയിൽ ചേച്ചി സംസാരിച്ചപ്പോൾ
ആ പാവം കുട്ടിയുടെ മനസ്സ് തകർന്നു പോയി. അതൊരു ചെറിയ കുട്ടിയാണെന്ന് പോലും താൻ ഓർത്തില്ലല്ലോ. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള പാവം കുട്ടി. പാവം കുട്ടിയല്ലേ? ഞാനും ഈ പ്രായം കഴിഞ്ഞ് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. എന്നോടാരും ഈ അനുകമ്പ കാണിച്ചിട്ടില്ല. എൻ്റെ നിസ്സഹായതയെ മുതലെടുക്കുക മാത്രമാണ് എല്ലാവരും ചെയ്തത്. ദേ നോക്ക്, ഞാനും എൻ്റെ മോളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിലൊന്നും നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. ഇനി ഒന്നിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വലിഞ്ഞു കയറി വരണ്ട. എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് നിനക്ക് നല്ലതിനല്ല ജാനകി. താൻ എന്നെ ഇത്രയ്ക്കും വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. തമ്പുരുമോൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ ആ ഫ്ലാറ്റിലേക്ക് വരും. പിന്നെ അധികം നീ കിടന്ന് തിളയ്ക്കണ്ട. നിന്നിൽ നിന്നും തമ്പുരു അകന്നുകൊണ്ടിരിക്കുകയാണ്. അധികം പരിചയമില്ലാഞ്ഞിട്ട് പോലും ആ കുട്ടി ഇന്നതിൻ്റെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞു. നാളെ ഞാൻ അവളെ വിളിച്ചാൽ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരും. നോക്കിക്കോ നീ. ചേച്ചിയെ വേണ്ട എന്ന് പറഞ്ഞ് നാളെ ഒരു ദിവസം തമ്പുരുമോള് എൻ്റെ കൂടെ ഇറങ്ങി വരും, ഞങ്ങളുടെ മാണിക്കശ്ശേരി തറവാട്ടിലേക്ക്. ഓർത്തു വച്ചോ നീ. ഇല്ല, ഒരിക്കലും വരില്ല. വഴക്ക് കൂടുമെങ്കിലും എന്നെ തന്നെയാ തമ്പുരുമോൾക്ക് ഇഷ്ടം. എന്നെ പിരിഞ്ഞ് അവൾ ഒരു ദിവസം പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി തുള്ളി ഡോറും തുറന്ന് ജാനി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മോഹിച്ചതെല്ലാം സ്വന്തമാക്കിയേ ശീലമുള്ളൂ ഈ മാണിക്കശ്ശേരി മയൂർനാഥന്. തമ്പുരുവിനെയും നിന്നെയും ഞാൻ എൻ്റേതു മാത്രമാക്കി മാറ്റും. ജാനി പോയ വഴിയെ നോക്കി മയൂർ പറഞ്ഞു. മയൂരിൻ്റെ ക്യാബിനിൽ നിന്നും ഒറ്റയ്ക്ക് ഡോറ് തുറന്ന് പുറത്തിറങ്ങി പോകുന്ന ജാനിയെ കുറച്ചകലെ നിന്നും ശ്രീറാം സാറും മനുവും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ജാനിയെ കണ്ടതും ശ്രീറാമിൻ്റെ മുഖത്ത് നിരാശ പടർന്നു. ഹലോ ശ്രീറാം സാറേ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോകും. അയ്യോ, കാക്കച്ചി കൊത്തിപ്പോകും. നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. സാറിൻ്റെ നോട്ടം തെറ്റിയാൽ പോകും എന്ന് പാടിക്കൊണ്ട് മനു ശ്രീറാമിൻ്റെ അടുത്തേക്ക് ചെന്നു. സാറേ, സാറ് ഇത്രയും വർഷം കാത്തു സൂക്ഷിച്ച ആ കസ്തൂരി മാമ്പഴം ഉണ്ടല്ലോ, അതിനെ എന്തെങ്കിലും കൊത്തിയോ എന്നൊന്ന് അന്വേഷിക്കണേ. എന്തെങ്കിലും കൊത്തിയ മാമ്പഴം പിന്നെ നമുക്ക് കഴിക്കാൻ കൊള്ളില്ല സാറേ. അത് പിന്നെ കളയാനേ പറ്റൂ, മനു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിന് മറുപടിയൊന്നും പറയാതെ മനുവിനെ അടിമുടി ഒന്ന് കൂർപ്പിച്ചു നോക്കിയതിന് ശേഷം ശ്രീറാം അവിടെ നിന്നും പോയി. മിക്കവാറും ശ്രീറാം എന്ന പേര് മാറ്റി ശശി അല്ലെങ്കിൽ സോമൻ എന്ന പേരായിരിക്കും ഈ ഉളക്കി ചേരുക. ശ്രീറാം പോയ വഴിയെ നോക്കി മനു പറഞ്ഞു. അവൻ പിന്നെ നേരെ പോയത് മയൂരിൻ്റെ ക്യാബിനിലേക്കാണ്. എന്താടോ, തനിക്ക് ഓഫീസിൽ വർക്കൊന്നുമില്ലേ? കുറേ നേരമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. മയൂർ: അതെ സാറേ, രാവിലെ അനുജത്തി, ഉച്ചയ്ക്ക് ചേച്ചി. ഇത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും വളച്ച് കുപ്പിയിലാക്കുമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ പൊന്നു സാറേ. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സാറിനോട് എതിർപ്പുണ്ട്. വളയ്ക്കുന്നതും ഒടിക്കുന്നതും ഒക്കെ കൊള്ളാം, പക്ഷേ അതിന് പ്രായം കൂടി നോക്കണം. ജാനി ടീച്ചറെ സാർ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ തമ്പുരു. മനു ഒന്ന് നിർത്തി. തമ്പുരുവിന് എന്താ കുഴപ്പം? മയൂർ: അതൊരു പാവം കൊച്ചല്ലേ സാറേ. 15 വയസ്സായ ആ കൊച്ചിനെയൊക്കെ മറ്റൊരു കണ്ണിലൂടെ എങ്ങനെ കാണാൻ പറ്റുന്നു? മനുവിൻ്റെ വാക്കുകൾ കേട്ടതും മയൂരിൻ്റെ കണ്ണുകൾ കുറുകി വന്നു. ലുക്ക് മിസ്റ്റർ മനു, എനിക്ക് എൻ്റേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. അത് നേടാൻ വേണ്ടി ഞാൻ ഏതു മാർഗവും തേടും. എന്നെ ഉപദേശിക്കാനോ നിയന്ത്രിക്കാനോ നിൽക്കുന്നത് ആർക്കും നല്ലതിനല്ല. പിന്നെ ഒരു കാര്യം കൂടി, എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും ജാനിയെയും തമ്പുരുവിനെയും ഞാൻ എൻ്റേതു മാത്രമാക്കി മാറ്റും. അവൻ മനുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി സർ. മനു: ഓക്കെ, ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. യു മേ ഗോ നൗ. മയൂർ: ഇങ്ങേരെ മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ. മയൂർനാഥിനോട് അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങേരുടെ കൂടെ കൂടിയാൽ ചിലപ്പോൾ ഞാൻ പോസ്കോ കേസിൽ പ്രതിയാകേണ്ടി വരും. അതോടെ എൻ്റെ ലൈഫും പോകും. ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം മനുവിൻ്റെ മനസ്സ് നിറയെ ഈ വക ചിന്തകളായിരുന്നു. തമ്പുരു മോളെ, നീ എങ്ങോട്ടായി പോകുന്നേ? തമ്പുരു അവളുടെ വസ്ത്രങ്ങളെല്ലാം ബാഗിലിട്ട് പോകുന്നത് കണ്ട് അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജാനി പറഞ്ഞു. മുമ്പിന്ന് മാറി നിൽക്ക് ചേച്ചി, എനിക്ക് പോണം. ചേച്ചിയേക്കാൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് മയൂർ സാറാണ്. എനിക്കിനി സാറ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ജാനിയെ തള്ളി മാറ്റിക്കൊണ്ട് തമ്പുരു ഫ്ലാറ്റിൻ്റെ കാർ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന കറുത്ത ഓടി കാറിലെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന മയൂർ വിജയീ ഭാവത്തിൽ ജാനിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് കാർ എടുത്തു പോയി.
തമ്പുരു, മോളെ, എന്നെ വിട്ടു പോവല്ലേ, നീയല്ലാതെ എനിക്ക് പറ്റില്ല മോളെ എന്ന് പറഞ്ഞ് ജാനി അലറി കരഞ്ഞു.